ലഡാക്കിലെ കാർഗിൽ ജില്ലയിൽപ്പെടുന്ന സുറുവാലിയിൽ ഞാൻ താമസിച്ച വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. 2 ദിവസം ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമീണ ജീവിതമാണ് ഇവിടെയൊക്കെ കാണാൻ പറ്റുന്നത്. ഇതാണ് നമ്മളുടെ വീട്. ഹോട്ടൽ കയോൾ അലി എന്ന് പറയുന്ന ആളാണ് ഇത് നടത്തുന്നത്. വളരെ നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തോടുള്ള ഒരു ഇഷ്ടവും അവരുടെ ആതിഥ്യമൊക്കെ കണ്ടാണ് ഞാൻ ഒരു ദിവസം കൂടി ഇവിടെ താമസിക്കാൻ വിചാരിക്കുന്നത്. ഇത് വളരെ പ്രശസ്തമായിട്ടുള്ള ഹിമാലയത്തിൻ്റെ ഒരു ടോപ്പ് ഭാഗമായിട്ടുള്ള നൂൻ എന്ന് പറയുന്ന മൗണ്ടെയിനിലേക്കുള്ള റോഡാണ്. ഇപ്പോൾ പലതരം പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോഴും മൗണ്ടെയിൻ ടോപ്പിൽ സ്നോ ഒക്കെ നിൽക്കുന്നത് കാണാൻ പറ്റും. ആളുകളിങ്ങനെ നടക്കുന്നു. ഈ ഒരു വില്ലേജിന് സ്പെസിഫിക്കലി പറയുന്നത് പണിക്കർ എന്നുള്ളതാണ്. ഡെയിലി 2 ബസ് മാത്രമേ ഇങ്ങോട്ടുള്ളൂ. അപ്പോൾ ഞാൻ രാവിലെ ഇവിടെ നിന്ന് അടുത്ത ബസ്സിന് നാളെ കാർഗിലേക്ക് പോയിട്ട് ശ്രീനഗറിൽ പോകണമെന്നാണ് വിചാരിക്കുന്നത്. ഇവരുടെയൊക്കെ വീടിൻ്റെ ടോപ്പ് ഭാഗം നിങ്ങൾ കണ്ടോ? ഈ ഒരു ത്രികോണത്തിൻ്റെ ആകൃതിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ സ്ലോപ്പായിട്ട് കിടക്കുന്നത്. കാരണം 4 മാസം കംപ്ലീറ്റ്ലി മഞ്ഞിൽ കിടക്കുന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ മഞ്ഞ് വന്നടിഞ്ഞ് അതിൽ ഭാരം കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം ഈ തരത്തിൽ നിർമ്മിക്കുന്നത്. കാണാൻ കൗതുകമുള്ള വീടുകളാണ്. ഇത് ആപ്രിക്കോട്ട് പഴമാണ്. അപ്പോൾ അതിൻ്റെ സീസണാണ്. പലയിടത്തും പഴുത്ത് നിൽക്കുന്നതൊക്കെ കാണാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പഴമാണ് ആപ്രിക്കോട്ട്. ഇവിടെ ഇത് പഴുത്ത് വരുന്നേ ഉള്ളൂ. അത് കഴിക്കുന്ന ദൃശ്യം നമുക്ക് വഴിയിൽ എവിടെ വെച്ചെങ്കിലും കാണിക്കാം. കാർഗിൽ ഭാഗങ്ങളിൽ മുസ്ലിംസിൽ ഷിയ ഭൂരിപക്ഷം കൂടുതലാണ്. അങ്ങനെ ഷിയ വീടുകളുടെ മുകളിലൊക്കെ അവരുടെ സിംബലുകൾ പ്രതിഫലിപ്പിക്കുന്ന കൊടികളൊക്കെ ഉയർത്തിയത് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഈ കടയിൽ നിന്ന് ഒരു വെള്ളം വാങ്ങിക്കുകയാണ്. ഇവിടെ ഇന്നലെ കണ്ട പോലുള്ള അരുവികളൊക്കെ കുറവാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു പെട്ടിക്കട എന്ന് പറയുന്നത്. സാധാരണ നമുക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ഗ്രാമീണരിങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും തൊഴിലൊന്നുമില്ല. പക്ഷേ എല്ലാവരുടെയും ജീവിതം വളരെ പ്രസന്നമായിട്ടാണ് നമ്മൾ കാണുന്നത്. കുട്ടികളൊക്കെ വളരെ ഫ്രീ ആയിട്ടാണ് റോട്ടിലൂടെ നടക്കുന്നത്. വണ്ടികളൊക്കെ കുറവായിരിക്കും. ഹായ്. അപ്പോൾ ഇത് പണിക്കർ ഭാഗത്ത് ടൂറിസ്റ്റായിട്ട് ബന്ധപ്പെട്ട് പല ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഇത് ഇവിടുന്ന് ട്രക്കിങ്ങിന് പോകുന്ന ആളുകൾക്കുള്ള സപ്പോർട്ടീവായിട്ടുള്ള സംവിധാനങ്ങളാണ്. ഈ വീടുകളുടെ മേൽക്കൂരയൊക്കെ കണ്ടോ? നല്ല കളറാണ്. ഹായ്, യുവർ നെയിം? യാസിദ്. ഗുഡ് നെയിം. ഈ അരുവികളൊക്കെ കണ്ടോ? മഞ്ഞ് ഉരുകിയിട്ട് വരുന്നതാട്ടോ. ഇപ്പോൾ മഴ പെയ്യുന്നത് കൊണ്ട് കൂടിയാണ് ഇതിൻ്റെ ഒരു കളർ മാറ്റം. അല്ലെങ്കിൽ വളരെ തെളിഞ്ഞ വെള്ളമായിട്ടാണ് കാണുക. മൊത്തത്തിൽ ലഡാക്ക് ഏരിയ എന്ന് പറയുന്നത് ഡ്രൈ ആയി കിടക്കുന്ന മൗണ്ടെയ്ൻസാണ്. ലേയിൽ നിന്ന് ഇങ്ങോട്ട് മൊത്തം അത്തരം മൗണ്ടെയ്ൻസാണ്. ഈ ഭാഗത്താണ് കുറേയൊക്കെ പച്ചപ്പുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സുറുവാലി വളരെ ഫേമസ് ആയിട്ട് കിടക്കുന്നത്. ശ്രീനഗറിനെ അപേക്ഷിച്ച് ഇവിടെയൊക്കെ ഒരു ഡ്രൈ ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ കൃഷിയൊക്കെ താരതമ്യേന കുറവാണ്. ഇതാണ് സുറു റിവർ. ഇത് പാകിസ്ഥാനിൽ ചെന്നാണ് ചേരുന്നത്. കാർഗിൽ വഴി, കാർഗിൽ നിന്ന് 10 കിലോമീറ്റർ ചെന്നാൽ പാക് അധിനിവേശ ഭൂമിക്ക് എത്തും. പിന്നീട് ഇൻഡസ് റിവറുമായിട്ട് ചേർന്ന് പാകിസ്ഥാനിലൂടെ അങ്ങനെ ഒഴുകുന്ന റിവറാണ്. ഇവർ ട്രഡീഷണലി ഉപയോഗിക്കുന്ന കക്കൂസുകളാണ്, കുഴിക്കക്കൂസ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ. ഇപ്പം അങ്ങനെ ഉപയോഗിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ റോഡുകളാട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ലഡാക്കിലൊക്കെ നല്ല വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ നേപ്പാളിലെ മൗണ്ടെയിൻ ഭാഗങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ റോഡുകളൊക്കെ വളരെ മോശമായിരുന്നു. ആ അർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് അത്തരത്തിലുള്ള വികസനങ്ങളൊക്കെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ പൂക്കൾ കണ്ടോ? പേരറിയില്ല. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ചെറിയ വയലറ്റ് കളറിലാണ്. എല്ലായിടത്തും പർവ്വതമാണ് കേട്ടോ. ഹിമാലയത്തിൻ്റെ പല ഭാഗങ്ങളാണ് ഇതൊക്കെ. നമ്മൾ ആ ദൂരെ കാണുന്ന മഞ്ഞ് മൂടിയിട്ടുള്ള ഭാഗമാണ് നൂൻ എന്ന് പറയുന്ന ഹിമാലയത്തിൻ്റെ ഒരു പീക്ക്. 23,409 ഫീറ്റാണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത്. ഹിമാലയത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഉത്തംഗ ഭാഗമാണ് അത്. പാലമൊക്കെ കണ്ടില്ലേ? ഗംഭീരമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ചെറിയ റോഡാണ് അതെന്നാണ് മനസ്സിലാവുന്നത്.
വെള്ളം വളരെ സ്ട്രോങ് ആയിട്ടാണ് കുത്തിയൊലിച്ച് വരുന്നത്. മഞ്ഞുകാലത്ത് ഇതൊക്കെ തെളിഞ്ഞ പരിശുദ്ധിയുള്ള വെള്ളമായിരിക്കും. ഇപ്പോൾ ഈ പുഴക്കരയിൽ കാണുന്ന ചെറിയ വൃക്ഷങ്ങളുണ്ടല്ലോ, വില്ലോ എന്നാണ് ഇതിൻ്റെ പേര്. സുറു വാലിയിൽ ധാരാളമായിട്ട് കാണുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രയോജനം പ്രധാനമായിട്ട് വീടുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ വിറകായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുഴയിലൂടെ ശക്തമായിട്ട് മണ്ണ് വരുമ്പോൾ മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയിട്ടൊക്കെയാണ് പുഴക്കരയിൽ ലാർജ്ലി ഇവർ ഇതിങ്ങനെ കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ റോട്ടിൽ നിന്നിങ്ങനെ കാണുമ്പോഴേ അരുവികൾ പല ലെയറായിട്ട് ഇങ്ങനെ ഒഴുകുകയാണ്. പുഴ ദിശ മാറിയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. കാണുന്നൊരു വഴിയിലൂടെ അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ്. ഇത് മൃഗങ്ങളുടെ തൊലി ഉണക്കാനിട്ടതാണ്. കാളയോ പശുവൊക്കെ ആണെന്നാണ് തോന്നുന്നത്. ഇത് കണ്ടില്ല, ഞാൻ ഈ പറഞ്ഞ വീട്. ഇതൊരു അരുവിയാണ്. എൻ്റെ അപ്പുറത്തൂടെ വേറൊരു അരുവിയാണ്. ഇപ്പം ഞാൻ റെസ്റ്റോറൻറ്റിലേക്ക് വന്നതായിരുന്നു. നല്ല വിശപ്പുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിറങ്ങിയതാണ്. ഇപ്പോൾ 3 മണിയായി. അപ്പോൾ ചെറിയൊരു സംവിധാനമാണ്. ചിക്കൻ ബിരിയാണി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഒരെണ്ണം ഓർഡർ ചെയ്ത് 130 രൂപയാണ്. ഇവിടുന്ന് ഇങ്ങനെ മഞ്ഞുമലയൊക്കെ കണ്ട് ഭക്ഷണം കഴിക്കാൻ നല്ല രസമായിരിക്കും. ഇപ്പോൾ ബിരിയാണി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ചെറിയൊരു പോർഷനാണ്. ഒരു പീസുണ്ട്, പിന്നെ അച്ചാർ, തൈര് ഒക്കെ ആയിട്ടാണുള്ളത്.